ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ സൂ വിസിറ്റ് ചെയ്യാൻ വന്നേക്കുവാണ്. ഞങ്ങൾ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുമായിരുന്നു സൂ ഒന്ന് കാണണമെന്ന്. ഇന്നാണ് ഞങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഈ സൂ തിരുവനന്തപുരത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൂളജി പാർക്ക് ഇൻ ഇന്ത്യ. ഇതിനകത്ത് തന്നെ നമുക്ക് വെറൈറ്റീസ് ഓഫ് ആനിമൽസ്, ബേർഡ്സ്, റെപ്റ്റൈൽസ് ആൻഡ് മെനി സ്പീഷീസ് നമുക്ക് ഇതിനകത്ത് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ആദ്യം വിസിറ്റ് ചെയ്യാൻ പോകുന്നത് പക്ഷികളാണ്, ബേർഡ്സ്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഒത്തിരി അധികം സ്പീഷീസുകൾ ഇതിനകത്ത് തന്നെ കാണാം. നമുക്ക് തിരിച്ചറിയാനേ പറ്റില്ല. എല്ലാ സ്പീഷീസും നമുക്ക് ഒരുമിച്ച് ഇതിനകത്ത് കാണാവുന്നതാണ്. ഓക്കെ, സൂം ചെയ്യുമ്പോൾ നന്നായിട്ട് ക്ലിയർ കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും ഞാൻ കാണിക്കുന്നത്. വെറൈറ്റീസ് ഓഫ് സ്പീഷീസ്, വെറൈറ്റീസ് ഓഫ് ബേർഡ്സ്. ഓക്കെ, നമുക്കിതൊന്ന് ഇത് അടുത്ത് കണ്ടായിരുന്നു. ഇതൊന്ന് സൂം ചെയ്തു. പിന്നെ കാണാൻ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ബേർഡാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നീർനായയാണ്. ഇതിനെ നമുക്ക് സ്വീറ്റ് കോട്ടഡ് ഓട്ടർ എന്നും പറയാം. ഓക്കെ, ഇത് കൂടുതലും ഫ്രഷ് വാട്ടറിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, സ്വിം ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു സ്നേക്ക് പോകുന്ന പോലെ നമുക്ക് തോന്നും. ഓക്കെ, വെള്ളത്തില്ലാതെ ഒന്ന് മുകളിലിരിപ്പുണ്ട് ലാൻഡിൽ. നമുക്ക് കാണാം. കാണാൻ പോകുന്നത് പന്നിക്കരടിയാണ്. ഇതിന് തേൻ കരടി എന്നും പറയാം. ഓക്കെ, നമുക്ക് ഇത്തിരി സൂം ചെയ്തെടുക്കാം. അത് ഇങ്ങോട്ടും അങ്ങോട്ടും നടന്നിരിക്കുകയാണ്. ഇത് വിചാരിക്കുകയാണ് ആരാണ് എന്നെ കാണാൻ വന്നിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അത്രേ കാണാറുള്ളൂ. ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് നടക്കുന്നത് കാണാം. ഓക്കെ, അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് കിങ് ഓഫ് ദ ഫോറസ്റ്റ്. അനങ്ങുന്ന പ്രശ്നമേ ഇല്ല. നീ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ പറഞ്ഞു, അനങ്ങത്തില്ല. നല്ല ഉറക്കമാണ്. ആര് വിളിച്ചിട്ടും ആര് സൗണ്ട് വെച്ചിട്ടും അത് എനിക്കത് നല്ല സുഖം ഉറക്കാം. എൻ്റെ വാലിൽ പോയിട്ട് അതിൻ്റെ ആടുന്നുണ്ട്, വാലാടുന്നുണ്ട്. എത്ര സമ്മതിച്ചിട്ടും എണീക്കുന്നില്ല. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഒരുതരം പക്ഷിയാണ്. ഓക്കെ, ഇത് നിങ്ങൾ ഗസ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അത് വരണം. ഓക്കെ, അത് തന്നെ ഞാൻ തന്നെ അങ്ങോട്ട് മെൻഷൻ ചെയ്തേക്കാം ഇത് ഏത് സ്പീഷീസ് ആണെന്ന്. ഓക്കെ, അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഹിപ്പോപ്പൊട്ടാമസ്. വെള്ളത്തിൽ കിടക്കുന്നതുണ്ടോ? 4 എണ്ണം കിടക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. അതിനെ കാണാൻ തന്നെ ഇത്തിരി വൃത്തിയാരവും അത് ഒരു മൃഗങ്ങളെല്ലാം റിയാലിറ്റിയിൽ കാണുമ്പോൾ തന്നെ അത് അതിൻ്റേതായ ഒരു എന്താ പറയുന്നത് ഒരു സുഖമാണ്. അതിൻ്റെ സ്കിന്ന് കണ്ടോ?
ദാ സൂക്ഷിച്ച് നോക്കാം. ഈ മൃഗങ്ങളൊക്കെ നമുക്ക് സൂവിൽ വന്നാലേ നമുക്ക് അതിനെ കാണാൻ പറ്റത്തുള്ളൂ. അതായിരിക്കണം ബോർഡ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സ്പീഷീസൊക്കെ കുറഞ്ഞേക്കാണ്. പോപ്പുലേഷൻ കൂടുന്തോറും സ്പീഷീസിൻ്റെ അളവൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഓൾറെഡി ഞാൻ ബോർഡിൽ മെൻഷൻ ചെയ്തു. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് കാട്ടുപോത്തിനെ. ഈ 2 കാട്ടുപോത്തേ ഉള്ളൂ ഇവിടെ. ഓക്കെ, അവസാനം നടന്ന് തളർന്നത് അച്ഛനും മോനും അവിടെ ഇരുന്ന് കാണുകയാണ്. മോൻ അവിടെ വിചാരിക്കുക, എൻ്റെ ദൈവമേ എത്ര മൃഗങ്ങളെയാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്, ഇനി വളരുമ്പോൾ എന്തൊക്കെ കാണേണ്ടി വരും, അങ്ങനത്തെ ഉള്ളൊരു ചിന്തയിലാണ് വായും തുറന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഗസ് ചെയ്ത് പറയാമല്ലോ ഇതെന്താണെന്ന്, ഇത് ഏത് അനിമലാണെന്ന്. ചെറിയ കുഞ്ഞിനോട് ചോദിച്ചാലും അവർ പറയും നമ്മുടെ പുള്ളിമാൻ. പുള്ളിമാൻ. ഓക്കെ, ഇവിടെ പുള്ളിമാൻ്റെ ഒത്തിരി സ്പീഷീസ് നമുക്കിവിടെ കാണാം. മാൻ്റെ ഒരു സ്പീഷിയാണ് പുള്ളിമാൻ. ഓക്കെ, ഇതിവിടെ ഒരു ഗ്രൂപ്പ് തന്നെ ഇവിടെ നമുക്ക് കാണാം. ഓക്കെ, ബാരാസിംഗ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ബാരാസിംഗ. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് നേരിട്ട്. ഓക്കെ, അതിൻ്റെ തന്നെ ഒത്തിരി ഉണ്ട്. ബാരാസിംഗ തന്നെ അതിൻ്റെ നമ്പേഴ്സ് ഒത്തിരി നമുക്കിവിടെ കാണാം. അത് കൊമ്പുണ്ടോ? ഓക്കെ, നമുക്ക് അടുത്ത ബ്രേക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നടന്ന് മടുത്തു, അതുകൊണ്ട് ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കോഫി ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല വൻ മൃഗങ്ങളെ കാണാൻ പോവുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ബംഗാൾ ടൈഗർ, വൈറ്റ് ടൈഗർ, ലെപ്പേർഡ്, അങ്ങനെ കുറേ അനിമൽസിനാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇത് കണ്ടോ, അന്ന് നല്ല സുഖം ഉറക്കമാണ്. നമ്മൾ വന്ന സമയം ശരിയല്ലാന്ന് തോന്നുന്നു. അവിടെ ആണെങ്കിൽ ലയന് നല്ല ഉറക്കത്തിലായിരുന്നു, ആക്റ്റീവ് അല്ലായിരുന്നു. ഇവിടെ നോക്കുമ്പോൾ ഈ ടൈഗർ നല്ല ഉറക്കമായിരുന്നു. ഓക്കെ, അടുത്ത ഈ അനിമൽ ലെപ്പേർഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാണ്. ഓക്കെ, ഇവിടെ ടൈഗർ വെയിറ്റിങ്ങിലാണ്, എന്തോ ഒരു ചിന്തയിലാണ്. അതിനാവശ്യമായിട്ടുള്ള നോൺ വെജ് അവിടെ കിടപ്പുണ്ട്. ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, നല്ല ഉറക്കത്തിലാണ്. അതിനുള്ള ഫ്ലഷിൻ്റെ അവിടെ കിടപ്പുണ്ട്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ബേർഡ്സിൻ്റെ കുറേ സ്പീഷീസുകളാണ്. ഓക്കെ, മക്കാവ് തത്ത. ഇത് ഒരെണ്ണം നമുക്ക് കാണാം ബ്ലൂ കളറിൽ. അടുത്തതായി നമുക്ക് കാണാൻ പോകുന്നത് അതിലൊന്നും ഇല്ലായിരുന്നു, ഇതിൽ കുറേ ഉണ്ട്. ഞാൻ മരത്തിലാണ് കണ്ടിരിക്കുന്നത്. ഇത് ഗ്രീൻ വിങ്ഡ് മക്കാവ്, അതും ഇല്ല അവിടെ ഒന്നുമില്ല. ഇത് ആഫ്രിക്കൻ പാരറ്റാണ്. എൻ്റെ സൂം ചെയ്തതിന് ശേഷം ഇത്രേ കാണാൻ പറ്റുന്നുണ്ട്, നന്നായിട്ട് വിസിബിലിറ്റി ഇല്ലായിരുന്നു. ഓക്കെ, അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് മുള്ളം പന്നി. അവിടെ കുറേ നമ്പേഴ്സ് ഉണ്ട്, ഇവിടെ കുറേ ഉണ്ട്. അതിൻ്റെ മുള്ള കൊണ്ടാൽ തന്നെ ജീവനം കൊടുക്കുന്നു. ഇതാ അത്
ഒരു ഗ്ലാസിൻ്റെ അകത്താണ്, ഒരു ഗ്ലാസ് കൊണ്ടാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ കവർ ചെയ്തിരിക്കുന്നത്. ഇതാ കുറേ മുള്ളംപന്നി നമുക്കിവിടെ കാണാം. ഓക്കെ, അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് കണ്ണാടി മുതല. വെള്ളത്തിൽ രണ്ടെണ്ണം കിടക്കുന്നുണ്ട്. പുറത്ത് നോക്കിയാൽ വെള്ളത്തിൽ രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് മയിൽ ഡാൻസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ കാണാം. ഇതിൽ ക്ലിയറായിട്ട് കാണുന്നില്ല, പക്ഷേ അത് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് അത് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഫീമെയിലുണ്ട് മെയിലുമുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാം. ചിറക് വിടർത്തി നിൽക്കുന്നു. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ഒരു സ്പീഷിയാണ്. ഇത് നിങ്ങൾ ഗസ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നിങ്ങളും ഞങ്ങളുടെ കൂടെ ഇത് വിസിറ്റ് ചെയ്യാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.